ഞാൻ മടങ്ങി വരാം. നിതീഷ് നാരായണൻ, മതം ചോദിച്ചാണ് ഭീകരവാദികൾ ഇന്ത്യൻ മണ്ണിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ അവിടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഏതെങ്കിലും തരത്തിൽ മുറിവേൽക്കുമോ എന്നൊരു പേടി മതനിരപേക്ഷ ചേരിക്ക് സ്വാഭാവികമായും ഉണ്ടായിരുന്നു. കാരണം മറുപക്ഷത്ത് നിൽക്കുന്നത് BJP ആണ്. അങ്ങനെ ഒരു മുതലെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള ഘട്ടത്തിലാണ് സോഫിയ ഖുറേഷി എന്നൊരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന സർക്കാരിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ നിലപാട് പറയുന്നത്. അപ്പോൾ വ്യോമിക സിംഗിനേക്കാൾ അപ്പുറം സോഫിയ ഖുറേഷിയെ സമൂഹത്തിന് മതനിരപേക്ഷ ചേരിക്ക് ആഘോഷിക്കേണ്ടി വന്നതും വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയുടെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ്. ആ ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ നോക്കൂ, അങ്ങനെ ഒരു സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ ഒരു BJP നേതാവിന്റെ ഭാഗത്തു നിന്ന് ഈ നിലയിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായി തിരുത്തി പോകേണ്ടത്, BJPയുടെ നിലപാട് പറയേണ്ടത് മറ്റുള്ള നേതാക്കളാണ് എന്നുള്ള വിശദീകരണത്തിൽ ഒതുങ്ങുന്നതാണോ ഇതിന്റെ ഗൗരവം? ഭീകരവാദികൾ 26 പേരെ നേപ്പാളിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റും 25 ഇന്ത്യക്കാരും ഉൾപ്പെടെ 26 ആളുകളെ ഏറ്റവും നീചമായിട്ട് കൊലപ്പെടുത്തിയപ്പോൾ രാജ്യം മുഴുവൻ, രാജ്യത്തെ മതേതര ശക്തികളാകെ പറഞ്ഞൊരു കാര്യം, ഒന്ന്, ഈ ഭീകരവാദികളുടെ ലക്ഷ്യങ്ങളിലൊന്ന് 26 ആളുകളെ കൊല്ലുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് രാജ്യത്തെ മതപരമായിട്ട് വിഭജിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇവിടെ വർഗീയത ആളിപ്പടർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രാജ്യത്തെ ആളുകളുടെ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് എന്ത് മറുപടി കൊടുത്തത്? ഭീകരവാദത്തിന് മതമില്ല എന്നുള്ള മറുപടി കൊടുത്തിട്ടുള്ളത്. ആ മറുപടി കാശ്മീരിലെ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ആ മറുപടി കൊടുത്തത്. ആ മറുപടി കൊടുത്തത് മലയാളിയായിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി കൂടിയാണ്. ആ മറുപടി കൊടുത്തത് കാശ്മീരിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആയിട്ടുള്ള ഹിമാൻഷി സർവാൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊടുത്തത്. കാരണം ഇതിനെതിരായിട്ടുള്ള തിരിച്ചടി ഏതെങ്കിലും മതവിഭാഗത്തിനെതിരാവരുത്, ഏതെങ്കിലും കാശ്മീരിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണമാകരുത് എന്ന് പറഞ്ഞത് ഈ നികൃഷ്ടമായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഈ വേദന സഹിക്കുമ്പോഴും ഈ നഷ്ടം സഹിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഭിമാനമാകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു കണക്കുണ്ട്, ഈ ഇന്നും ഇന്നലെയായിട്ട് വന്നിട്ടുള്ള ഒരു കണക്ക്, അത് നമ്മുടെ അസോസിയേഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന സംഘടന കൊണ്ടുവന്നുള്ള കണക്ക്. എന്താ കണക്ക് പറയുന്നതെന്നറിയോ? പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യയിൽ 184 ഹെയ്റ്റ് ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, കാശ്മീരികൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് നടന്നതെന്ന് അറിയാം? അത് ഉത്തർപ്രദേശിലാണ് നടന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെറുപ്പും വിദ്വേഷവും ആളിപ്പടരുന്നത്, ആളിക്കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്? അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിക്കെതിരായിട്ട് നടക്കുന്ന ഈ വിദ്വേഷ പ്രചരണത്തെ നമ്മൾ കാണേണ്ടത്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് BJPയുടെ ഒരു മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജയിലിൻ്റെ അകത്തായിരിക്കണമായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പുറത്താക്കാൻ എന്ത് ആലോചനയാണ് നടത്തേണ്ടത്? 2 തവണ ആലോചിക്കാൻ സമയമെടുക്കാതെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ട് രാജ്യം സോണിയ ഖുറേഷിയുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കാണിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടിയിട്ടാണ് ഈ രാജ്യം കണ്ടിട്ടുള്ളത്. വിക്രം മിശ്രി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ BJP തന്നെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള അക്രമം, അദ്ദേഹത്തിനെതിരായി നടത്തുന്ന പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഈ രാജ്യത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് പൂട്ടി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സമയങ്ങളിലൊന്നും ഈ രാജ്യം മതനിരപേക്ഷതയുടെ കൂടെയാണ്. ഈ തെറ്റ് ചെയ്യുന്ന രാജ്യത്ത് മതവിദ്വേഷം പടർത്താൻ ഭീകരവാദികളുടെ കൂടെ നിന്ന, ഭീകരവാദികളുടെ ലക്ഷ്യം നേടിക്കൊടുക്കാൻ കൂടെ നിന്ന വിദ്വേഷത്തിന്റെ പ്രചാരകരെ ഞങ്ങൾ തള്ളിക്കളയുന്നു, അവർ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. ഈ പറയുന്ന ഈ സംഘർഷ മേഖലയിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ഒരു ഉദ്യോഗസ്ഥ, അവരുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താ? അവരുടെ ഭർത്താവ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്.
ആ ഭർത്താവിൻ്റെ അച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു BJP MP-യുടെ ഈ രാജ്യത്ത് മതവിദ്വേഷം പടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെങ്കിലും സംഘപരിവാരക്കാരൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സോഫിയ ഖുറേഷിയുടെയും അവരുടെ കുടുംബവും ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സേവനത്തെ, അവരുടെ ത്യാഗസന്നദ്ധതയെ അളക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മതനിരപേക്ഷത ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ കക്ഷി ഇന്നും മന്ത്രിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കേസ് എടുക്കണം എന്ന് കോടതിക്ക് പറയേണ്ടതായിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ എന്താണോ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത്, അവർ ലക്ഷ്യം വെച്ചത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയുടെ അഖണ്ഡത, മതനിരപേക്ഷത, ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ തകർക്കാനുള്ള അവരുടെ ലക്ഷ്യത്തിലേക്ക് പായ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളിടത്താണ് ഈ രാജ്യത്ത് ഭീകരവാദികൾ എന്താണോ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം വെച്ചത് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള സംശയം രാജ്യത്ത് ന്യായമായിട്ടും ഉയരുന്നത്. അതിനല്ലേ മറുപടി പറയേണ്ടത്?